പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. വളരെ പ്രതീക്ഷ പകർന്നു നൽകുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളും പ്രസ്ഥാനവും കേവലം രാഷ്ട്രീയക്കാരുടെ ചിട്ടവട്ടങ്ങളിൽ ഒതുങ്ങുന്നതല്ല. അദ്ദേഹത്തിന് രാജ്യത്തെക്കുറിച്ചും സംസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ വിശാലമായ വീക്ഷണങ്ങളുണ്ട്, നല്ല ചരിത്രബോധമുണ്ട്, നല്ല വിജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവലോകനങ്ങളും എഴുത്തുകളുമൊക്കെ അന്തർദേശീയമായി തന്നെ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ ചരിത്രത്തെയൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അദ്ദേഹം പറയുന്നത്, ഇന്ത്യയുടെ എല്ലാ വീടുകളിലും ഒരു ചരിത്ര പുസ്തകം കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ ഇന്ത്യയുടെ പ്രശ്നങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംഘി സ്വാധീനവുമെന്നാണ്, RSS സ്വാധീനമെന്നാണ്. കാരണം അത്രത്തോളം അവർ ഇന്ത്യ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നാണ് അദ്ദേഹം വസ്തുതകൾ നിരത്തി വിലയിരുത്തുന്നത്. അത് ഏകദേശവും ശരിയും തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചെറിയ വിലയിരുത്തലുകൾ ഞാനിവിടെ വായിക്കാം. ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എല്ലാ കാലഘട്ടത്തിലും രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനും പലപ്പോഴും സംഘപരിവാരങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ വളച്ചൊടിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ആരാധനങ്ങൾ തകർത്തവരുണ്ട്, കൊള്ളയും കൊലയും നടത്തിയവരുണ്ട് അക്കൂട്ടത്തിൽ. പക്ഷേ 1193 മുതൽ 1857 വരെ തുടർച്ചയായ 7 നൂറ്റാണ്ടുകൾ ഇന്ത്യയിൽ മുസ്ലിം രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ആകെ 190 വർഷം മാത്രമാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നിട്ടും 7 നൂറ്റാണ്ടോളം ഭരിച്ച മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ജനങ്ങൾ തിരിയാതിരുന്നത്, ജനങ്ങൾ കലാപമുണ്ടാക്കാതിരുന്നത് അവർ ജനകീയമായി ഭരിച്ചതുകൊണ്ടും രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ വിവേചനമില്ലാതിരുന്നത് കൊണ്ടുമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. എന്നാൽ 190 കൊല്ലം രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ ഊറ്റിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. $4 ട്രില്യൺ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് അടിച്ചുമാറ്റി ബ്രിട്ടനിലെത്തിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. വിമർശിക്കപ്പെടുന്ന മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും ക്രൂരമായി വിമർശിക്കപ്പെടുന്നത് ബാബറും ഔറംഗസീബുമാണ്. ബാബറിൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത് 1528 ബാബറിൻ്റെ കാലത്താണ് ഇപ്പോൾ വിവാദമായ ബാബറി പള്ളി നിർമ്മിച്ചത്. എന്നാൽ അപ്പോഴൊന്നും അതൊരു വിവാദമായിരുന്നില്ല എന്നും പിന്നെ 325 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ വരുമ്പോഴാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി എന്ന സ്ഥലത്ത് അവിടെ അമ്പലം പൊളിച്ചിട്ടാണ് നിർമ്മിച്ചത് എന്ന ഒരു വാദം വരുന്നതുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അത് ചരിത്രം പഠിക്കുമ്പോൾ ശരിയാകും. കാരണം ബ്രിട്ടീഷുകാരാണ് ബാബറി മസ്ജിദ് അതൊരു ഇഷ്യൂ ആക്കി നിലനിർത്തിയത്, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു അടി ഉണ്ടാക്കുവാൻ വേണ്ടി. കാരണം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നാണല്ലോ അവരുടെ തന്ത്രം. പിന്നെ അദ്ദേഹം പറയുന്നത് ഔറംഗസീബിനെ കുറിച്ചാണ്. ഔറംഗസീബ് എന്ന വിവാദ നായകൻ മതഭ്രാന്തനായും ക്രൂരനായും വിമർശിക്കപ്പെടുന്നു. എന്നാൽ ഖജനാവിലെ നികുതി പണം ഒരു പൈസ പോലും എടുക്കാതെ സ്വന്തമായി തൂവാല തുന്നിക്കൊടുത്തും ഖുറാൻ വിവർത്തനം ചെയ്തുമൊക്കെയാണ് അദ്ദേഹം തൻ്റെ ചിലവിനുള്ള പൈസ ഉണ്ടാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഗോവധ നിരോധനം നടത്തിയത്. എന്ന് വെച്ചാൽ ഇപ്പോൾ BJPക്കാർ ആവശ്യപ്പെടുന്ന പശു മാംസം ഭക്ഷണം നിരോധിച്ചത് മുസ്ലിം ഭരണാധികാരിയായ ഔറംഗസീബിൻ്റെ കാലത്തായിരുന്നു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മയ്യം കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 2 കൈകളും പുറത്തോട്ടിട്ടിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയിരുന്നിട്ടും താൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ 2 കൈകളും മരണസമയത്ത് പുറത്തേക്ക് ഇട്ടിരുന്നു. തൻ്റെ കൈകൾ ശൂന്യമാണെന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു ധാരണ. പിന്നെ രാമായണവും മഹാഭാരതവും ഒക്കെ പേർഷ്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതും ബാബറിൻ്റെ കാലത്തായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ പേർഷ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്നതിന് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയതും മുഗൾ ചക്രവർത്തിമാരായിരുന്നു. ബ്രിട്ടീഷുകാർ അടിച്ചു കൊണ്ടുപോയതിൻ്റെ ഒരു നല്ല കണക്ക് തന്നെ അദ്ദേഹം പറയുന്നു. താജ്മഹൽ പോലും പൊളിച്ചു കടത്തുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു അത്രേ. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇവിടുന്ന് താജ്മഹൽ അടിച്ചു കൊണ്ടുപോയി ബ്രിട്ടനിൽ പണിയാൻ ശ്രമിച്ചാൽ ഇവിടുന്ന് അത് പൊളിച്ചു കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൊണ്ട് മാത്രമാണ് അത്ര ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് പോകാത്തത്. പകരം അവിടെ പതിച്ചിരുന്ന വിലപിടിപ്പുള്ള
എല്ലാ രത്നങ്ങളും അടിച്ചുകൊണ്ടുപോയി അത്രേ ബ്രിട്ടീഷുകാർ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ശശി തരൂർ കുറിപ്പ് അവസാനിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ പതിറ്റാണ്ടുകൾ ഭരിച്ച മുസ്ലിം ഭരണാധികാരികളൊക്കെ തന്നെയും അവർ ഒരു സെക്കുലർ മനോഭാവം പുലർത്തിയിരുന്നുവെന്നും അവരുടെ സമയത്താണ് ഇന്ത്യയിൽ ഗോവധം നിരോധിച്ചിരുന്നതെന്നും മതപരമായ ഒരു വിവേചനവും ഒരു ജനതയെ നേരിട്ടിട്ടില്ലെന്നും തന്നെയാണ്. ബാബറി മസ്ജിദിൻ്റെ കാര്യം പറഞ്ഞാൽ ബാബറി മസ്ജിദ് സ്ഥാപിച്ച് 325 വർഷങ്ങൾക്ക് ശേഷമാണ് അത് രാമ ജന്മഭൂമി, രാമൻ നിന്ന സ്ഥലത്താണ് എന്നൊരു വാദം ഉണ്ടാകുന്നത്. അത് ബ്രിട്ടീഷുകാർ നൽകിയ സംഭാവനയാണ്. കാരണം ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ചു ഭരിക്കുക എന്നാണല്ലോ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അങ്ങനെ ഉണ്ടായ ഒരു സംഗതിയാണ് ബാബറി മസ്ജിദിൻ്റെ പേരുള്ള വിവാദം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരെ കമ്പയർ ചെയ്ത് നോക്കിയാൽ പതിറ്റാണ്ടുകൾ 17 നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച മുഗൾ സാമ്രാജ്യക്കാർ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം ഭരണാധികാരികളൊക്കെ സ്വതവേ മിതത്വം പുലർത്തിയിരുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരാകട്ടെ ഇന്ത്യയുടെ ട്രില്യൺ കണക്കിന് സ്വത്ത് അടിച്ചുകൊണ്ടുപോയി യൂറോപ്പ് സമ്പന്നമാക്കിയ ആൾക്കാരാണ്. പ്രത്യേകിച്ചും താജ്മഹൽ വരെ അടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച ആൾക്കാർ എന്നാണ് ശശി തരൂരിൻ്റെ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. ചരിത്രം വസ്തുതകളും പഠിച്ച് നമ്മൾ കൂടുതൽ മതേതരമായി ചിന്തിക്കട്ടെ. ഭാരതത്തിൻ്റെ ഭാവി തലമുറ സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.